ഹായ്, ഞാൻ മെൽവിൻ ഇന്റീരിയർ ഡിസൈനർ. നമ്മൾ നോക്കാൻ പോകുന്നത് എങ്ങനെയാണ് നമുക്ക് ഒരു ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് ഒരു മോഡുലർ കിച്ചൺ നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും. 5 ടിപ്സ് ആണ്. ഓക്കെ, അപ്പോൾ അതിൽ ഫസ്റ്റ് ടിപ്പ് നമുക്ക് നോക്കാം. ഫസ്റ്റ് പോയിന്റ് ആണ് കസ്റ്റമൈസ്ഡ് ഡിസൈൻ. അത് നമ്മുടെ കിച്ചൺ ചെറിയ കിച്ചൺ ആയിക്കോട്ടെ വലിയ കിച്ചൺ ആയിക്കോട്ടെ നമ്മുടെ പ്രയോറിറ്റീസിനും അനുസരിച്ച് ബേസ് ചെയ്തിട്ടുള്ള ഒരു ഡിസൈൻ നമുക്ക് വേണം. ഡിസൈന് ബേസ് ചെയ്തിട്ട് നമ്മൾ കിച്ചൺ ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാവും എത്രത്തോളം കോസ്റ്റ് ഇതിന് വരും എന്നുള്ളത്, നമ്മുടെ ബഡ്ജറ്റ് ഇത് ഒതുക്കോ എന്നുള്ള കാര്യം നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. രണ്ടാമത്തെ പോയിന്റ് എന്ന് പറഞ്ഞാൽ എഫിഷ്യൻസി ഇൻ സ്റ്റോറേജ് ആണ്. മാക്സിമം സ്പേസ് നമ്മൾ നമ്മുടെ കിച്ചണിൽ യൂട്ടിലൈസ് ചെയ്തുകൊണ്ടാണ് നമ്മുടെ കിച്ചൺ ചെയ്യാനായിട്ട്. പലതരത്തിലുള്ള ഫിറ്റിങ്സുകൾ ഇന്ന് അവൈലബിൾ ആണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അങ്ങനത്തെ ഏറ്റവും നല്ല ഫ്യൂച്ചറിസ്റ്റിക് ആയിട്ടുള്ള ഫിറ്റിങ്സ് ഒക്കെ യൂസ് ചെയ്തുകൊണ്ട് നമുക്ക് നമ്മുടെ കിച്ചണെ ഏറ്റവും ബെസ്റ്റ് ആക്കിയിട്ട് എടുക്കാം. മൂന്നാമത്തെ പോയിന്റ് ഡ്യൂറബിലിറ്റി എൻഷുർ ചെയ്യാം. പുക, കരി, അഴുക്ക്, അതേപോലെ തന്നെ തീയ്, വെള്ളം ഏറ്റവും അധികം ഡയറക്റ്റ് കോണ്ടാക്ട് നിൽക്കുന്ന ഒരു ഏരിയയാണ് നമ്മുടെ വീട്ടിൽ നമ്മുടെ കിച്ചൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അതുകൊണ്ട് തന്നെ കിച്ചണിൽ നമ്മൾ ചെയ്യുമ്പോൾ ഏറ്റവും ബെസ്റ്റ് മെറ്റീരിയൽ വെച്ചിട്ട് വേണം നമ്മൾ ചെയ്യാനായിട്ട്. കുറഞ്ഞ പ്ലൈവുഡോ കുറഞ്ഞ മൾട്ടിവുഡോ MDF ഒക്കെ വെച്ചിട്ട് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പ്ലൈവുഡ് ആണെന്നുണ്ടെങ്കിൽ അടുത്ത കൊല്ലാകുമ്പോഴേക്കും അത് പൊള്ളയ്ക്കും, MDF ആണെന്നുണ്ടെങ്കിൽ അടുത്ത കൊല്ലാകുമ്പോഴേക്കും ഒന്ന് വളയും, മൾട്ടിവുഡ് ആണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ സ്ക്രൂ ഉരുപ്പ് വരാനായിട്ട് ചാൻസ് ഉണ്ട്. അപ്പം അങ്ങനെ പലതരത്തിലുള്ള പ്രശ്നങ്ങൾ വരുന്നതുകൊണ്ടാണ് നമ്മൾ ഏറ്റവും കുറഞ്ഞ മെറ്റീരിയൽ വെച്ചിട്ട് കിച്ചൺ കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്യുന്നതുകൊണ്ടാണ്. അപ്പം അതുകൊണ്ട് തന്നെ കിച്ചൺ ചെയ്യുമ്പോൾ നമ്മൾ ഏറ്റവും നല്ല മെറ്റീരിയൽ വെച്ചിട്ട് എന്ത് ചെയ്യുക, കിച്ചൺ ചെയ്യുക. അതിൽ വരുന്ന അടുത്തൊരു പോയിന്റ് ആണ് ഏറ്റവും നല്ലൊരു ക്രാഫ്റ്റ്മാൻഷിപ്പ്. അതായത് ഏറ്റവും നല്ലൊരു പണിക്കാരനെ കൊണ്ട് വേണം നമ്മൾ നമ്മുടെ കിച്ചണിന്റെ വർക്ക് ചെയ്യിക്കാനായിട്ട്. സ്കിൽഡ് അല്ലാത്ത ലേബേഴ്സിനെ വെച്ചിട്ട് നമ്മൾ നമ്മുടെ കിച്ചണൊക്കെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ പല സ്ക്രൂ ഊരി പോരാനും ഹിഞ്ചസ് ഊരി പോരാനും ഏറ്റവും നല്ല സ്കിൽഡ് ആയിട്ടുള്ള ഒരു വർക്കേഴ്സിനെ കൊണ്ട് തന്നെ നമ്മൾ എന്ത് ചെയ്യിക്കുക, കിച്ചണിന്റെ വർക്കുകൾ ചെയ്യിപ്പിക്കുക എന്നുള്ളതാണ് അടുത്തൊരു പോയിന്റ്. നാലാമത്തെ പോയിന്റ് എന്ന് പറഞ്ഞാൽ സ്റ്റൈല്. കിച്ചണിൽ നമുക്ക് പലതരത്തിലുള്ള സ്റ്റൈലിൽ നമുക്ക് കിച്ചൺ ചെയ്യാൻ പറ്റും. കൊളോണിയൽ ആയിട്ടുള്ള ടൈപ്പിൽ ചെയ്യാം, നോർമൽ പ്ലെയിൻ ആയിട്ടുള്ള ചെയ്യാം, CNC കൊടുത്തിട്ട് ചെയ്യാം. അപ്പോൾ നമ്മുടെ ബഡ്ജറ്റ് എത്രയാണോ എന്നുള്ളത് നമ്മൾ ആദ്യം മനസ്സിലാക്കിയിട്ട് അതിനനുസരിച്ചുള്ള ഒരു കിച്ചണിന്റെ ഡിസൈൻ വേണം നമ്മൾ സെലക്ട് ചെയ്യാനായിട്ട്. അപ്പോൾ കൂടുതലായിട്ടുള്ള കൊത്തുപണികൾ അല്ലെങ്കിൽ കർവിങ്സ്, മോൾഡിങ്സ് ഒന്നും ഇല്ലാത്ത പ്ലെയിൻ ആയിട്ടുള്ള ഡിസൈൻസ് ഒക്കെ യൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ബഡ്ജറ്റിനുള്ളിൽ കിച്ചൺ നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും. അഞ്ചാമത്തെ ഒരു പോയിന്റ് തന്നെ കൺവീനിയൻസ്. ഏറ്റവും ഈസി ആയിട്ട് ക്ലീൻ ചെയ്യാൻ, അതേപോലെ തന്നെ ഈസി ആയിട്ട് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റുന്ന ഒരു കിച്ചൺ വേണം നമ്മൾ ചെയ്യാനായിട്ട്. അതായത് ഇപ്പോൾ ഈ കൗണ്ടർ ടോപ്പ് കാര്യങ്ങളൊക്കെ നമുക്ക് കൊടുക്കുമ്പോൾ കുറച്ചുകൂടി ഡാർക്ക് ആയിട്ടുള്ള കളർ കൊടുത്തു കഴിഞ്ഞാൽ അങ്ങനെ സ്റ്റെയിന് കാര്യങ്ങളൊന്നും വരില്ല. അപ്പോൾ പിന്നെ നമുക്ക് കളർ പോയി അത് മാറ്റണം എന്നുള്ള രീതിയിൽ വീണ്ടും അതിന് മുകളിൽ ബഡ്ജറ്റ് നമുക്ക് ഇറക്കേണ്ടി വരില്ല. അടുത്തൊരു വീഡിയോയിൽ മറ്റൊരു ഇന്റീരിയർ കണ്ടന്റ് വെച്ച് നമുക്ക് കാണാം. അതുവരേക്കും ബൈ.